ഇറാൻ അമേരിക്ക യുദ്ധം വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയാണ്, ഊർജ പ്രതിസന്ധിയാണ് ലോകത്ത് വരുത്തി വെക്കുന്നത്. ഇനിയും ഇന്ധനത്തിന് ശക്തമായ രീതിയിൽ വില വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയുടെ പോർട്ടിലേക്ക് നീങ്ങുന്ന കപ്പലുകൾക്കും അവിടെ നിന്നും ചരക്കുകൾ അല്ലെങ്കിൽ ഇന്ധനവുമായി പുറത്തു വരുന്ന കപ്പലുകൾക്കും കപ്പൽ ഇൻഷൂർ കമ്പനികൾ അവരുടെ തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്, വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഹൂത്തികളുടെ ആക്രമണത്തിനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ഇറാന്റെ വലിയ രൂപത്തിലുള്ള പ്രതിരോധം നിലനിൽക്കുന്നത് കൊണ്ട് ഈ GCC രാഷ്ട്രങ്ങളിൽ നിന്ന്, ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന്, സൗദി അറേബ്യ ഒഴികെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് എണ്ണ പുറത്തേക്ക് വരിക എന്നത് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുകയാണ്, എണ്ണയും ഗ്യാസുമെല്ലാം. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യക്ക് യാമ്പു വഴി പുറത്തേക്ക് വരാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ബാബുൽ മന്ദബ് യമനികൾ അടച്ചതോടുകൂടെ, സ്ട്രൈറ്റ് ഓഫ് മന്ദബ് അടച്ചതോടുകൂടെ, അല്ലെങ്കിൽ അവർക്ക് സൗദി അറേബ്യയുടെ കപ്പലുകൾ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടെ 3 കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കപ്പലുകൾക്ക് ഈ റൂട്ട് സുരക്ഷിതമല്ല എന്നതുകൊണ്ടാണ് കപ്പൽ ഇൻഷൂർ കമ്പനികളെല്ലാം അവരുടെ തുക വർദ്ധിപ്പിക്കാനുള്ള കാരണം. ചില കമ്പനികളെല്ലാം ഇൻഷൂറിന്റെ പരിധിയിൽ നിന്ന് ഈ റൂട്ട് പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ആക്രമിക്കപ്പെട്ടാൽ ഇൻഷൂർ ലഭിക്കുകയില്ല എന്നും പറഞ്ഞതോടെ കപ്പലുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇത് ലോകത്ത് തന്നെ വലിയ രൂപത്തിലുള്ള എനർജി ക്രൈസിസ് ഉണ്ടാക്കുമെന്നതിൽ സംശയമില്ല. അത്തരം ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ക്രൂഡ് ഓയിലിന്, അതുപോലെ ഇന്ധനങ്ങൾക്കെല്ലാം വലിയ രീതിയിൽ വില വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഹോർമുസ് കടലിലേക്ക് തുറക്കാൻ അമേരിക്ക സന്നദ്ധമാവുക, ഈ യുദ്ധത്തിൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ പിൻവാങ്ങാത്ത സാഹചര്യം ഉണ്ടായാൽ ലോകത്ത് വലിയ രൂപത്തിലുള്ള വിലവർധന ഇന്ധനത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. ഏതായാലും ഹൂത്തികൾ സൗദി അറേബ്യക്കെതിരെയുള്ള ശക്തമായ ഉപരോധം തുടരുകയാണ്. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം, യമനിലേക്ക് വരുന്ന വിമാനങ്ങൾ, അതുപോലെ കപ്പലുകളെല്ലാം ഇപ്പോൾ സൗദി അറേബ്യ ഉപരോധിച്ചിരിക്കുകയാണ്. അത് കാരണം സൗദി അറേബ്യക്കും ഉപരോധമുണ്ടായിരിക്കും. ഞങ്ങളുടെ ഉപരോധം പിൻവലിച്ചാൽ മാത്രമേ സൗദി അറേബ്യക്കെതിരെയുള്ള ഉപരോധം ഒഴിവാക്കൂ എന്നാണ്. എന്നാൽ യമനികൾക്കെതിരെയുള്ള ഈ ഉപരോധം മുമ്പും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറാനും അമേരിക്കയും യുദ്ധം നടക്കുന്ന ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് യമനികൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്ന് ചോദിച്ചാൽ, ഇറാൻ ഇപ്പോൾ ഹോർമുസ് കടലിലേക്ക് അടച്ചിരിക്കുകയാണ്. അത് വലിയ രൂപത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കും. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനക്ഷാമം നേരിടുകയും വില വർദ്ധിക്കുകയും ചെയ്യുമെന്ന് അവർക്കറിയാം. പക്ഷേ ഈ ഒരു സ്ട്രൈറ്റ് ഓഫ് മന്ദബ് കൂടെ അടയ്ക്കുമ്പോഴാണ് അതതിന്റെ മൂർധന്യയിൽ എത്തുക എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഇറാനും അതുപോലെ യമനിലെ ഹൂത്തികളും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ നീക്കമാണ് ഇത് ഇപ്പോൾ നടക്കുന്നത്. ട്രംപിന് ഇവിടെ നിന്നും യുദ്ധം പിൻവലിക്കുകയല്ലാതെ മറ്റു വഴികളില്ലാത്ത വിധം ട്രംപിനെ വരിഞ്ഞു മുറുക്കുകയാണ് ഇറാൻ ഇതിലൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.